ഇതിൻ്റെ അകത്തായിട്ട് എല്ലാം ഇടാൻ എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാന്ന് പറയാം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, MJ ക്രിയേഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രൂ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, ഒരു ടൈഗർ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മൾ 10 രൂപയുടെ ബിസ്ക്കറ്റാണ്. നമ്മൾ 2 കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പാക്കറ്റ് ബ്രൂ കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു 2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രത്തോളം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ആ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം ബാക്കി കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇത് നമ്മുടെ പാത്രത്തിൽ പിടിക്കാത്ത രീതിയിൽ വരും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിതെടുക്കാം. അതിപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു ജാറിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. കുറച്ച് പാൽ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ ലൂസായിട്ട് അടിച്ചെടുക്കണം. ഈ ഒരു ടെസ്റ്ററിൽ നമ്മൾ അത് അടിച്ചതിന് ശേഷം വീണ്ടും ഒരു ബൗളിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വീണ്ടും വെക്കണം.
ഒരു 6 മണിക്കൂർ പിന്നെയും നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതാ ഇപ്പോൾ നമ്മളുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ കഴിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റായി പോവും. ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.